ഗുഡ് മോർണിംഗ് മക്കളെ. എല്ലാവരും മലയാളം പഠിക്കാൻ വേണ്ടി തയ്യാറായിട്ടിരിക്കുകയാണല്ലേ? ഇന്ന് നമ്മൾ രണ്ടാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠഭാഗമാണ് പരിചയപ്പെടുന്നത്. അതിനു മുമ്പേ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ആരെയാണ് കൂടുതൽ ഇഷ്ടം? ആരെയാണ്? ഉമ്മയെയാണ്. വേറെ ഉപ്പയെ ഇഷ്ടമാണ്. പിന്നെയോ അനിയത്തിയെ ഇഷ്ടമാണ്, അനിയനെയും ഇഷ്ടമാണ് അല്ലേ? അപ്പോൾ എല്ലാവരും ഇഷ്ടമാണ്. എന്നാലും നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് സ്കൂളിലോട്ടൊക്കെ വരുമ്പോൾ ആരാണ് ഒരുക്കി പറഞ്ഞയക്കുന്നത്? ആരാണ്? ഉമ്മയാണല്ലേ. അപ്പോൾ ഉമ്മയാണ് നമുക്കൊന്ന് വയ്യാണ്ടായാലൊക്കെ നമ്മളെ നോക്കുന്നത് അല്ലേ? ഉമ്മയെ നിങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് അല്ലേ? ഇനി നമുക്കൊരു ഉമ്മയെക്കുറിച്ചൊരു കഥ പരിചയപ്പെടാം. കഥയുടെ പേര് വീട്ടാനാവാത്ത കടം. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഒന്ന് എടുത്തോ എല്ലാവരും. അതിൽ പേജ് നമ്പർ 24 എടുക്കും. ടീച്ചർ കഥ വായിച്ചു തരാം, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ. പാഠം 6, വീട്ടാനാവാത്ത കടം. ഉമ്മയ്ക്ക് എന്നോട് എന്തൊരു സ്നേഹമാണ്. ഇത്ര വലുതായിട്ടും എന്തെല്ലാമാണ് എനിക്കുമ്മ ചെയ്തു തരുന്നത്. ഞാൻ പുറത്തു പോയാൽ തിരിച്ചു വരുന്നത് വരെ ഉമ്മയ്ക്കൊരു സമാധാനവും ഉണ്ടാവാറില്ല. എത്താൻ വൈകിയാൽ ഫോണിൽ വിളിച്ചുകൊണ്ടേയിരിക്കും. എനിക്ക് ചെറിയൊരു അസുഖം വന്നാൽ മതി, പിന്നെ ഉമ്മയ്ക്ക് ഉറക്കമുണ്ടാവില്ല. എന്നെ പരിചരിച്ചു കൊണ്ടേയിരിക്കും. ഈ സ്നേഹമെല്ലാം ഉമ്മയ്ക്ക് തിരിച്ചു കൊടുക്കണം. ഈ ഉപകാരത്തിലെല്ലാം പ്രത്യുപകാരം ചെയ്യണം. പഠിച്ച് ഉന്നതാവസ്ഥയിലെത്തിയ മകൻ മനസ്സിലിങ്ങനെ തീരുമാനിച്ചു. പക്ഷേ എങ്ങനെയാണ് ആ സ്നേഹം തിരിച്ചു കൊടുക്കുക? എങ്ങനെയാണ് ഉമ്മയ്ക്ക് പ്രത്യുപകാരം ചെയ്യുക? അവൻ പല വഴികൾ ആലോചിച്ചു. ഇന്നെനിക്ക് നല്ല ജോലിയുണ്ട്, ഇഷ്ടം പോലെ പണമുണ്ട്, നല്ല ആരോഗ്യമുണ്ട്. ഉമ്മ എന്താവശ്യപ്പെട്ടാലും അതൊക്കെ നിറവേറ്റി കൊടുക്കാൻ എനിക്ക് കഴിയും. അതുകൊണ്ട് ഉമ്മയോട് തന്നെ ചോദിച്ചു നോക്കാം എന്താണ് വേണ്ടതെന്ന്. ഒരു ദിവസം അവൻ ഉമ്മയോട് ചോദിച്ചു, ഉമ്മയ്ക്ക് എന്താണ് ആഗ്രഹം? ഉമ്മ ആവശ്യപ്പെടുന്നതെന്തും നിറവേറ്റി തരാൻ ഞാൻ തയ്യാറാണ്. എനിക്ക് വേണ്ടി അത്രയും കഷ്ടപ്പെട്ടതാണല്ലോ ഉമ്മ. ഉമ്മ ചെയ്തു തന്ന ഉപകാരങ്ങൾക്കെല്ലാം എനിക്ക് പ്രത്യുപകാരം ചെയ്യണം. ഉമ്മ തന്ന സ്നേഹമെല്ലാം തിരിച്ചു തരണം. ഇത് കേട്ട് ഉമ്മ പറഞ്ഞു, മോനെ, നീ എന്താണിപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ഞാൻ എൻ്റെ കടമകളാണ് നിർവഹിച്ചത്. അതിനൊന്നും നീ പ്രത്യുപകാരം ചെയ്യേണ്ടതില്ല. ചെയ്യാൻ ഉദ്ദേശിച്ചാലും നിനക്കതിന് സാധിക്കുകയുമില്ല. പക്ഷേ ഈ മറുപടി മകനെ തൃപ്തിപ്പെടുത്തിയില്ല. അവൻ പിന്നെയും പിന്നെയും പ്രത്യുപകാരത്തെക്കുറിച്ച് ഉമ്മയോട് പറഞ്ഞുകൊണ്ടിരുന്നു. ഉമ്മയ്ക്ക് വേണ്ടതെല്ലാം ചോദിക്കാൻ നിർബന്ധിച്ചു കൊണ്ടിരുന്നു. ഇതൊരു പതിവായപ്പോൾ ഉമ്മയ്ക്ക് തോന്നി മകൻ്റെ ഈ രീതിയിലുള്ള സംസാരം അവസാനിപ്പിക്കണം. അവനെ ഒരു പാഠം പഠിപ്പിക്കണം. ഒരു ദിവസം പതിവ് പോലെ മകൻ പ്രത്യുപകാരത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഉമ്മ പറഞ്ഞു, ശരി, നിനക്ക് അങ്ങനെ നിർബന്ധമാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം. അതനുസരിക്കാൻ നിനക്ക് കഴിയുമോ? ഉമ്മ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, ഞാൻ അനുസരിക്കാൻ. മകൻ തയ്യാറായി നിന്നു. അപ്പോൾ ഉമ്മ പറഞ്ഞു, എന്നാൽ ഇന്നു രാത്രി മോൻ എൻ്റെ കൂടെ ഉറങ്ങണം. നീ കൊച്ചു കുഞ്ഞായിരുന്നപ്പോൾ ഉറങ്ങിയ പോലെ. എന്താ, പറ്റില്ലേ? ഉമ്മയുടെ ആവശ്യം കേട്ട് മകൻ ആശ്ചര്യഭരിതനായി. ഓ, ഇതാണോ ഇത്ര വലിയ കാര്യം? ഇതിനൊരു പ്രയാസവുമില്ലല്ലോ. ഉമ്മയെ സന്തോഷിപ്പിക്കാൻ മകൻ അതിന് സന്നദ്ധനായി. അന്നു രാത്രി ഉമ്മയുടെ അടുത്ത് ഉറങ്ങാൻ കിടന്നു. കിടന്ന പാടെ അവൻ സുഖസുഷ്ടിയിലാണ്ടു. അപ്പോൾ ഉമ്മ ഒരു കപ്പ് വെള്ളമെടുത്ത് മകൻ കിടക്കുന്ന ഭാഗത്തൊഴിച്ചു. ഗാഢമായ ഉറക്കത്തിലും നനവനുഭവപ്പെട്ട അവൻ ഉറക്കത്തിൽ തന്നെ മറുഭാഗത്തേക്ക് നീങ്ങിക്കിടന്നു. അപ്പോൾ ഉമ്മ ഒരു കപ്പ് വെള്ളം കൂടിയെടുത്ത് മറുഭാഗത്ത് ഒഴിച്ചു. നനവൊരു ശല്യമായപ്പോൾ അവൻ കട്ടിലിൽ നനവില്ലാത്ത ഭാഗത്ത് ചുരുണ്ടുകൂടി കിടന്നു. അപ്പോൾ ഉമ്മ ഒരു കപ്പ് വെള്ളമെടുത്ത് അവിടെയും ഒഴിച്ചു. വിരിപ്പിലാകെ നനവ്. സ്വരം കെട്ട് മകൻ വെറുപ്പോടെ പിറുപിറുത്തുകൊണ്ട് കണ്ണു തുറന്ന് എഴുന്നേറ്റിരുന്നു. അപ്പോഴാണ് ഒരു കപ്പിൽ വെള്ളവുമായി നിൽക്കുന്ന ഉമ്മയെ കണ്ടത്. ഇനിയും ഒഴിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണവർ. അത് കണ്ട് മകൻ്റെ കോപം ഇരച്ചു കയറി. അവൻ ഒച്ചയെടുത്ത് ചോദിച്ചു, ഉമ്മ, എന്താണ് ഈ കാണിക്കുന്നത്? ഉറങ്ങുന്നവരെ വെള്ളം ഒഴിച്ച് ശല്യപ്പെടുത്തുകയാണോ? ഇതിനായിരുന്നോ എന്നോട് ഇവിടെ കിടന്നുറങ്ങാൻ പറഞ്ഞത്? മകൻ്റെ കോപവും അസഹിഷ്ണുതയും കണ്ട് ഉമ്മ പുഞ്ചിരിയോടെ പറഞ്ഞു, മോനെ, നിനക്കിപ്പോൾ ദേഷ്യം വരുന്നുണ്ടല്ലേ? ഇതുപോലെ എത്രയെത്ര രാത്രികളാണെന്നോ നീ എൻ്റെ ഉറക്കം കെടുത്തിയത്? നിന്നെ ഉറക്കിക്കിടത്തി ഞാൻ കൂടെ ഉറങ്ങാൻ കിടക്കും. അധിക നേരം കഴിയും മുമ്പേ നീ കിടക്കപ്പായ നനയ്ക്കും. ഞാൻ എഴുന്നേറ്റ് അതൊക്കെ തുടച്ചു നീക്കി നിന്നെ വേറെ ഉടുപ്പ് ധരിപ്പിച്ച് കിടത്തും. വീണ്ടും ഉറങ്ങാൻ കിടക്കും.
എനിക്കുറക്കം വരുമ്പോഴേക്കും നീ വീണ്ടും മൂത്തം മുഴിച്ചിട്ടുണ്ടാവും. നിനക്ക് വല്ല അസുഖവും വന്നാൽ പിന്നെ പറയേണ്ടതുമില്ല. ഒരു പോള കണ്ണടയ്ക്കാൻ നീ അനുവദിക്കില്ല. 1-2 രാത്രികളല്ല മോനെ ഇങ്ങനെ കഴിഞ്ഞത്, കൊല്ലങ്ങൾ തന്നെ ഇങ്ങനെ കടന്നു പോയിട്ടുണ്ട്. അതിനെല്ലാം പ്രത്യുപകാരം ചെയ്യണമെന്നാണോ നീ ധരിച്ചിരിക്കുന്നത്? ഒരു രാത്രി പോലും അങ്ങനെ ക്ഷമിച്ചും സഹിച്ചും എന്നോടൊപ്പം കഴിയാൻ നിനക്ക് കഴിയുന്നില്ലെന്ന് ഉറപ്പായില്ലേ? ലജ്ജിച്ച് തലകുനിച്ചിരിക്കുന്ന മകനോട് ഉമ്മ തുടർന്ന് പറഞ്ഞു. മോനെ, ഉമ്മയുടെ സ്നേഹത്തിനും സേവനത്തിനും വിലയിട്ട് പ്രത്യുപകാരം ചെയ്യാൻ ഒരു മകനും മകൾക്കും സാധിക്കുകയില്ല. അവരോട് സ്നേഹവും ആദരവും ബഹുമാനവും കാണിക്കുകയും വാർദ്ധക്യത്തിൽ അവരെ സംരക്ഷിക്കുകയും ചെയ്യൽ അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അതിനുള്ള നിന്റെ ഈ സന്നദ്ധത തന്നെ മതി എനിക്ക് പ്രത്യുപകാരമായി. അപ്പോൾ കഥ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഇനി നമുക്കിതിൽ കുറച്ച് അർത്ഥങ്ങൾ നോക്കാം അല്ലേ? അർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രത്യുപകാരം. എന്താണ് പ്രത്യുപകാരം എന്ന് പറഞ്ഞാൽ? പകരം ചെയ്യുന്ന ഉപകാരമാണ് പ്രത്യുപകാരം എന്ന് പറഞ്ഞാൽ. ദെൻ അടുത്ത് നോക്കൂ, ഉന്നതാവസ്ഥ. ഉന്നതം പറഞ്ഞ എന്താണ്? ഉയർന്ന. ഉന്നതം പറഞ്ഞ ഉയർന്ന. ദെൻ അടുത്ത് നോക്കൂ, സന്നദ്ധത. എന്താണ് സന്നദ്ധത എന്ന് പറഞ്ഞാൽ? തയ്യാറെടുപ്പാണ് സന്നദ്ധത എന്ന് പറഞ്ഞാൽ. സുഷുപ്തി. എന്താ സുഷുപ്തി എന്ന് പറഞ്ഞാൽ? ഗാഠനിദ്ര അല്ലെങ്കിൽ നല്ല ഉറക്കം എന്നാണ് സുഷുപ്തി എന്ന് പറഞ്ഞാൽ. ഗാഠം പറഞ്ഞാൽ അധികമായത് എന്നാണ്. ലജ്ജിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നാണിക്കുക എന്നാണ്. ഇത്രയും അർത്ഥമേ ഇതിലുള്ളൂ. അടുത്ത പ്രവർത്തനം എന്ന് പറയുന്നത് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനുള്ള പ്രവർത്തനമാണ്. ഒന്നാമത്തെ ചോദ്യം. ടീച്ചർ ചോദ്യങ്ങൾ വായിക്കാം. നിങ്ങൾ വീട്ടിൽ നിന്ന് ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിച്ചിട്ട് ചോദ്യങ്ങളുടെ ഉത്തരം സ്വയം കണ്ടെത്തിയിട്ട് അയച്ചു കൊടുക്കണം കേട്ടോ. ഒന്നാമത്തെ ചോദ്യം. പ്രത്യുപകാരം ചെയ്യാൻ ഒരുങ്ങി നിൽക്കുന്ന മകനോട് ഉമ്മ പറഞ്ഞതെന്താണ്? ഒന്നാമത്തെ ചോദ്യം. പ്രത്യുപകാരം ചെയ്യാൻ ഒരുങ്ങി നിൽക്കുന്ന മകനോട് ഉമ്മ പറഞ്ഞതെന്താണ്? എന്താണെന്നുള്ളത് ടെക്സ്റ്റ് ബുക്കിൽ വിശദമായി തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളത് നോക്കി എഴുതുക. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഉമ്മ എന്താണ് മകനോട് ആവശ്യപ്പെട്ടത്? ഉമ്മ എന്താണ് മകനോട് ആവശ്യപ്പെട്ടത് എന്നാണ്. മൂന്നാമത്തെ ചോദ്യം. ഉറക്കം നഷ്ടപ്പെട്ടപ്പോൾ മകൻ എങ്ങനെയാണ് പ്രതികരിച്ചത്? ഉറക്കം നഷ്ടപ്പെട്ടപ്പോൾ മകൻ എങ്ങനെയാണ് പ്രതികരിച്ചത്? നാലാമത്തെ ക്വസ്റ്റ്യൻ. എന്തിനായിരുന്നു ഉമ്മ മകൻ കിടക്കുന്ന വിരിപ്പിൽ വെള്ളമൊഴിച്ചത്? എന്തിനായിരുന്നു ഉമ്മ മകൻ കിടക്കുന്ന വിരിപ്പിൽ വെള്ളമൊഴിച്ചത്? ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. മകൻ ലജ്ജിച്ച് തല കുനിക്കാൻ കാരണമെന്ത്? മകൻ ലജ്ജിച്ചു തല കുനിക്കാൻ കാരണമെന്ത് എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ ചോദ്യങ്ങൾക്ക് എല്ലാവരും ഉത്തരം കണ്ടെത്തിയിട്ട് ടീച്ചർക്ക് അയച്ചു തരിക കേട്ടോ. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായില്ലേ? അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ പ്രവർത്തനവുമായി വീണ്ടും കാണാം. ഓക്കെ.